സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. സംവിധായകൻ ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. കഴിഞ്ഞ ദിവസം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ആഷിഖ് അബുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ ഫെഫ്കയുടെ ഭാരവാഹിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഫെഫ്കയിലെ സാധാരണ അംഗമാണ്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗമായിരുന്നു ആഷിഖ് അബു. അദ്ദേഹം ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ വിമർശനമാണ് ആഷിഖ് അബു ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ആഷിഖ് അബു ഒരു വിമത ശബ്ദം കഴിഞ്ഞ ദിവസം തന്നെ ഉയർത്തിയതാണ്. ഫെഫ്കയുടെ നിലപാടില്ലായ്മയെ ആഷിഖ് അബു ചോദ്യം ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചതിനെ കുറിച്ച് ആഷിഖ് അബു പരസ്യമായി വിമർശനം ഉന്നയിച്ചതാണ്. ഇപ്പോൾ എന്താണ് ഫെഫ്കയിൽ നിന്ന് രാജിവെക്കുവാനുള്ള കാരണമായി ആഷിഖ് അബു പറയുന്നത്? മഞ്ജുഷ, ഇതിൽ ഫെഫ്കയുമായുള്ള ആഷിഖ് അബുവിന്റെ സ്വരച്ചേർച്ച ഇല്ലായ്മ അത് കഴിഞ്ഞ് കുറേ നാളുകളായി തന്നെയുണ്ട്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ രൂക്ഷമാവുന്നത്. അതിനുശേഷം ഫെഫ്ക എന്തുകൊണ്ട് പരസ്യമായി അഭിപ്രായം പറയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പലതവണ ഇതിൽ ഉന്നയിക്കപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് തന്നെ സംഘടനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് പുറത്ത് വന്നിരിക്കുന്നു. ഇതൊരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ നിന്നെല്ലാം തന്നെ പുറത്ത് പോയിരിക്കുന്നു. ഫെഫ്ക സംഘടനയുടേത് ഇപ്പോൾ കുറ്റകരമായ ഒരു മൗനമാണ് ഈ വിഷയത്തിൽ, ഹേമ കമ്മിറ്റി വിഷയത്തിലെല്ലാം തന്നെ സംഘടന പുലർത്തുന്നത്. വാർത്താക്കുറിപ്പ് എന്ന പേരിൽ ഇറങ്ങുന്ന വാചക കസർത്തുകൾ മാത്രമായി ഫെഫ്ക ഒതുങ്ങിപ്പോവുകയാണ്. വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്ന നിർദ്ദേശം എന്നിവയിലെല്ലാം തന്നെ ഈ ഫെഫ്ക ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു പരാജയമാവുകയാണ്. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശേഷ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറയുന്നു. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യമാണ് പുലർത്തുന്നത്. ഈ നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്കയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് താൻ രാജിവെക്കുന്നതായി ആഷിഖ് അബു അറിയിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം അതിന് കാരണമായിട്ട് തന്നെ എന്തുകൊണ്ട് താൻ ഫെഫ്കയിൽ നിന്ന് അകന്നു എന്നതടക്കമുള്ള കാരണങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട വരിസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ തൻ്റെ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ, പിന്നീട് ഈ ഒരു നിർമ്മാതാവിൽ നിന്ന് ലഭിക്കാനുള്ള പണം അത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾക്ക് കമ്മീഷൻ ചോദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ആശയപരമായിട്ട് സംഘടനയുമായി താൻ അകൽച്ചയിലായിരുന്നു. നേതൃത്വം യാതൊരു രീതിയിലുള്ള ഇടപെടലും തന്നെ നടത്തുന്നില്ല. വിവിധ സംവിധായകർ, ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നവർ ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ തന്നെയുള്ള ഇടപെടലുകൾ നടത്താൻ ഫെഫ്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് കുറ്റപ്പെടുത്തുന്നു. ഏറ്റവും നിശിതമായി വിമർശിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായൊരു ഇടപെടലുകൾ നടത്താൻ, ഒരു അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഫെഫ്ക അധപ്പതിച്ചിരിക്കുന്നെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആഷിഖ് അബു ഈ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് അമ്മയിൽ മാത്രമല്ല ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അനുരണനങ്ങൾ എല്ലായിടങ്ങളിലേക്കും തന്നെ ബാധിക്കുകയാണ്. സിനിമാ മേഖല, മലയാള സിനിമാ മേഖലയിലെ സംഘടനകളിലേക്കെല്ലാം തന്നെയും ഇത് ആഴത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു. ആഷിഖ് അബുവിന്റെ രാജിയും അത് തന്നെയാണ്. ആഷിഖ് അബു മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും റിലീസ് നൽകിയിരുന്നോ? ഈ രാജിക്കത്ത് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനെ, അദ്ദേഹം ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയനിലെ അംഗമാണല്ലോ, നൽകിയിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് നൽകിയിട്ടുണ്ടോ? ഫെഫ്ക ഔദ്യോഗികമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇത് അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ട സിനിമാ സംവിധായക യൂണിയൻ അംഗങ്ങൾ അറിയുവാൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ കത്ത് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കത്ത് എല്ലാ അംഗങ്ങൾക്കും അദ്ദേഹം അറിയുന്നതിന് വേണ്ടി തന്നെ നൽകിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഫെഫ്കയിലെ മറ്റ് അംഗങ്ങൾ, ഒപ്പം തന്നെയും ഈ സംവിധായകരുടെ ഡയറക്ടേഴ്സ് യൂണിയൻ ഭാരവാഹികൾക്കടക്കം ഈ കത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു കത്ത് ആഷിഖ് അബുവിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നു. രാജി സമർപ്പിക്കുന്നു, പൂർണ്ണമായും തന്നെ സംഘടനയിൽ നിന്ന് ഒഴിവാകുകയാണ് എന്ന് ശക്തമായി ഹേമ കമ്മിറ്റി വിഷയത്തിൽ അതിശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫെഫ്ക യൂണിയനിൽ നിന്ന് ആഷിഖ് അബു രാജിവെക്കുന്നത്.
ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഫെഫ്കയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫെഫ്കയുടെ നേതൃത്വത്തെ പരസ്യമായിട്ട് ആഷിഖ് അബു വിമർശിച്ചത്. ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ എന്നിവർ ചേർന്ന് ഒരു റിലീസ് ഇറക്കിയിരുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടണം, അതിലെ ഇരകൾക്ക് പൂർണ്ണമായ നിയമസഹായം നൽകുവാൻ പോലും തയ്യാറാണ് എന്നൊക്കെ ഫെഫ്ക പറഞ്ഞിരുന്നു. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം വളരെ വൈകിയാണ് ഫെഫ്ക പ്രതികരിച്ചത് എന്നുള്ള കാര്യം ആഷിഖ് അബു പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, പരസ്യമായിട്ട് ഫെഫ്കയുടെ നിലപാട് പറയാൻ ഇതുവരെ ഫെഫ്ക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യവും ആഷിഖ് അബു പറഞ്ഞതാണ്. ഒരു റിലീസ് ഇറക്കിക്കൊണ്ട്, ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് മുഖം രക്ഷിക്കുവാനുള്ള ശ്രമമാണ് ഫെഫ്ക നടത്തുന്നത്. അത് കാപട്യമാണെന്ന് ആഷിഖ് അബു പറഞ്ഞതാണ്. ഇപ്പോൾ ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫെഫ്കയുടെ നേതൃത്വത്തെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചുകൊണ്ട് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ പ്രബലമായ സംഘടനയാണ് ഫെഫ്ക. മാക്ടിയെ പിളർത്തിക്കൊണ്ട് രൂപീകരിച്ച ഫെഫ്കയിൽ തുടക്കം മുതൽ തന്നെ ആഷിഖ് അബു ഉണ്ടായിരുന്നതാണ്. ആഷിഖ് അബു ഇടയ്ക്ക് ഫെഫ്കയുടെ ഭാരവാഹിയും ആയിരുന്നു. ഇപ്പോൾ സാധാരണ അംഗമാണ് ആഷിഖ് അബു. ഡയറക്ടേഴ്സ് യൂണിയനിലാണ് അദ്ദേഹം ഉള്ളത്. ഇക്കാര്യത്തിൽ ഫെഫ്കയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഉള്ളത് രഞ്ജി പണിക്കരാണ്. പക്ഷേ ഒരു ഔദ്യോഗിക വിശദീകരണം കിട്ടിയിട്ടില്ല ഇക്കാര്യത്തിൽ. ഡാനി, ഇതിൽ ഇതുവരെ ഫെഫ്ക പ്രതികരിച്ചിട്ടില്ലല്ലോ. അല്പം മുമ്പ് ഫെഫ്കയുടെ ചില പ്രധാന ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് രാജിക്കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ല, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ്. അപ്പോൾ ആഷിഖ് അബു ഫെഫ്കയുടെ നേതൃത്വവുമായി ഇതിനെക്കുറിച്ചുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ലേ? ഡാനിയിലേക്ക് വരാം. ഒരു വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയിരിക്കുകയാണ്. പരസ്യമായിട്ട് തന്നെ ഇക്കാര്യം, ഒരു പരസ്യമായ ഒരു കുറിപ്പോട് കൂടി തന്നെയാണ് ആഷിഖ് അബു ഫെഫ്കയിൽ തന്റെ അംഗത്വം അവസാനിപ്പിക്കുന്നത്, താൻ രാജിവെക്കുകയാണ് ഫെഫ്കയിൽ നിന്ന് പറയുന്നത്. അതിൽ തന്നെ ഫെഫ്കയിൽ ഈ കമ്മീഷൻ കൊടുക്കുന്നതിന്റെ ആവശ്യം പോലും അദ്ദേഹം പറയുകയാണ്. അംഗങ്ങളിൽ നിന്ന് പണം പിടുങ്ങുകയാണ് ഫെഫ്ക ചെയ്തത് എന്ന കാര്യവും പറയുകയാണ്. ഡാനി, ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫെഫ്കയുടെ ഭാരവാഹികൾ പറയുന്നത്. എന്താണ് ഫെഫ്കയിൽ സംഭവിക്കുന്നത്?